ദ റിയൽ അൽക്കസാർ ഓഫ് സെവില്ലയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. യൂറോപ്പിലെ ഓൾഡസ്റ്റ് റോയൽ പാലസ് ആണിത്. ഇത് ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ലോങ് ക്യൂ അവോയ്ഡ് ചെയ്യാനായിട്ട് ഞങ്ങൾ ഓൺലൈനാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ഒരാൾക്ക് 15 യൂറോ ആണ് എൻട്രി ഫീ. റിയൽ അൽക്കസാർ ഒറിജിനലി 10th സെഞ്ച്വറിയിൽ മൂറിഷ് റൂളേഴ്സാണ് നിർമ്മിച്ചത്. പിന്നീട് ക്രിസ്ത്യൻ കിങ്സ് അത് എക്സ്പാൻഡ് ചെയ്തു. ഇത് യൂറോപ്പിലെ ഓൾഡസ്റ്റ് റോയൽ പാലസ് ആണ്. സ്പെയിനിലെ റോയൽ ഫാമിലി ഇന്നും ഒഫീഷ്യൽ ഇവൻറ്റിനായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇസ്ലാമിക് ഡിസൈൻസ്, ഗോത്തിക് സ്റ്റൈല്, ഇതൊക്കെ അവിടുത്തെ ആർക്കിടെക്ചറിൽ നമുക്ക് കാണാൻ പറ്റും. ടൈൽസും കാർവിങ്സും ആർക്കും ഒക്കെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ടാണ് അവർ നിർമ്മിച്ചിരിക്കുന്നത്. അകത്ത് ഓരോ റൂമും ഒരു ആർട്ട് പീസ് പോലെ തോന്നും. അൽക്കസാറിൽ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് ഇംപ്രഷൻ അവിടുത്തെ കൊത്തുപണികളും കളർഫുൾ ടൈൽസുമാണ്. വോൾസിലും ആർക്കിലും സീലിങ്ങിലും ഫുൾ ഡീറ്റെയിലിംഗ്. അവിടുത്തെ എല്ലാ കോർണറും ഒരു പെയിൻറ്റിംഗ് പോലെയാണ് തോന്നുന്നത്. അൽക്കസാറിൻ്റെ ബ്യൂട്ടിയിൽ ബിഗ്ഗസ്റ്റ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് ലൈറ്റ് ആൻഡ് ഷാഡോ എഫക്റ്റ് ആണ്. മോർണിംഗ് ലൈറ്റിൽ ടൈൽസ് നന്നായിട്ട് ഷൈൻ ചെയ്യും. ഈവനിങ് ടൈം ആകുമ്പോൾ വാം ഗോൾഡൻ കളറിൽ പാലസ് സൂപ്പർ റോയലായി കാണാൻ പറ്റും. സ്പാനിഷ് റോയൽ ഫാമിലി ഒഫീഷ്യൽ വിസിറ്റിനായിട്ട് ഇത് ഇന്നും ഉപയോഗിക്കുന്നുണ്ട്. പാലസ് റൂംസിൽ സീലിങ്സ് വുഡൻ കാർവ്ഡ് ആർട്ടാണ്. അൽക്കസാറിലെ ഓരോ സ്റ്റെപ്പും ഹിസ്റ്ററി ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണ്. ടൈൽസും ആർക്കും ഒക്കെ കാണുമ്പം ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് അന്നത്തെ കാലത്ത് ഇതെങ്ങനെ ചെയ്യാൻ സാധിക്കുന്നു എന്ന് തോന്നിപ്പോകും. ഇവിടുത്തെ കോർട്ട്യാർഡാണ് മെയിൻ അട്രാക്ഷൻ. മിഡിൽ റിഫ്ലക്റ്റിംഗ് പൂൾ, സൈഡിൽ സിമെട്രിക്കൽ ആർച്ചസ്, ക്യാമറയിൽ ക്യാപ്ചർ ചെയ്യാൻ ഡ്രീം ലൊക്കേഷൻ. എല്ലാ കോർണറും ഒരു പെയിൻറ്റിംഗ് പോലെയാണ് തോന്നുന്നത്. പാലസിൻ്റെ പിന്നിലുള്ള ഗാർഡൻസ് ലിറ്ററലി ഹെവൻ ആണ്. പാം ട്രീസ്, ഓറഞ്ച് ട്രീസ്, സ്മോൾ ഫൗണ്ടെയിൻസ്, ലോങ് പീസ്ഫുൾ വാക്കിംഗ് പാത്ത്. ഗാർഡനിൽ നടക്കുമ്പോൾ സിറ്റി നോയ്സ് ഒന്നും ഫീൽ ചെയ്യത്തില്ല. ഇത് റിയൽ അൽക്കസാറിൻ്റെ ഒരു പാർട്ടാണ്. കേവ് പോലെ ഇരിക്കുന്ന ഈ ബിൽഡിങ്ങിനുള്ളിൽ കയറുമ്പോൾ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നമുക്കൊരു എക്കോ ഫീലിംഗ് വരും. ഇതിൻ്റെ ഉള്ളിലെ ചെറിയ ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ്സിലൂടെ നമുക്ക് വെളിയിലുള്ള പൂന്തോട്ടം കാണാനായിട്ട് സാധിക്കും. സെവില്ലയിലെ ഓൾമോസ്റ്റ് എല്ലാ സ്ട്രീറ്റിലും ഓറഞ്ച് ട്രീസ് ഉണ്ട്. മൂറിഷ് പീരീഡ് കാലത്ത് 10th സെഞ്ച്വറിയിൽ ഇവ ഡെക്കറേറ്റീവ് പർപ്പസിനും ഫ്രാഗ്രൻസിനും വേണ്ടി പ്ലാന്റ് ചെയ്തതാണ്. അതിനുശേഷം സിറ്റി ഐഡൻറ്റിറ്റിയുടെ ഒരു പാർട്ടായിട്ട് മാറിയത്. അൽക്കസാറിൻ്റെ ഗാർഡനിൽ ഓറഞ്ച് ട്രീസ് നീറ്റ്ലി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫൗണ്ടൻസിൻ്റെ സൗണ്ട്, ഓറഞ്ചിൻ്റെ നല്ല സ്മെല്ല്, വാം സ്പാനിഷ് സൺലൈറ്റ്. സത്യം പറയുകയാണെങ്കിൽ നല്ലൊരു പീസ്ഫുൾ വൈബാണ് ഇവിടെ നിൽക്കുമ്പോൾ. ഗാർഡനിൽ കൂടെ നടക്കുമ്പോൾ ഞങ്ങൾ കണ്ട മറ്റൊരു മനോഹരമായ കാഴ്ചയാണിത്. അൽക്കസാർ ഗാർഡൻ്റെ പീകോക്ക് പ്രസൻസ് പാലസിൻ്റെ റോയൽ ഫീല് കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആക്കുന്നുണ്ട്. അൽക്കസാറിൽ ഞങ്ങൾ നോട്ടീസ് ചെയ്ത മറ്റൊരു ബ്യൂട്ടിയാണ് ഈ നീന്തിക്കളിക്കുന്ന താറാക്കൂട്ടങ്ങൾ. റിയൽ അൽക്കസാർ ഓഫ് സെവില്ല എക്സ്പ്ലോർ ചെയ്തതിനു ശേഷം പുറത്തേക്ക് ഇറങ്ങിയാൽ തുടങ്ങുന്നത് റിയൽ സെവില്ല സിറ്റി ലൈഫാണ്. അൽക്കസാറിൻ്റെ അടുത്തുള്ള ഏരിയ, എസ്പെഷ്യലി ബാരിയോ സാന്റാ ക്രൂസ്, നാരോ സ്ട്രീറ്റ്സും വൈറ്റ് ബിൽഡിങ്സും കൊണ്ട് ഫേമസ് ആണ്. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ.